ഹലോ, ക്യാൻവ ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹെഡർ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസൈൻ പറഞ്ഞു, ടെംപ്ലേറ്റ് പറഞ്ഞു. ഡിസൈൻ എന്ന് വെച്ചാൽ ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ എന്തെല്ലാം പറഞ്ഞു. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഡിസൈൻ ചെയ്ത് വെച്ച മോഡൽ എഡിറ്റ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന എലമെൻസിനെ പറ്റിയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്യാണ്. ഡിസൈൻ ഓപ്പൺ ചെയ്യാൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേലെയുള്ള സെർച്ച് ബോക്സ് വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നാണ് ചോദിക്കുന്നത്. നീ എന്താണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റർ ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നല്ലേ സെർച്ച് ചെയ്ത്, അതായത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് എത്ര വിഡ്ത്ത് എത്ര ഷെയ്സാണ് വേണ്ടത് അതായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അല്ല, മറിച്ച് ഇതിൽ വേറെ ഉണ്ടാവുന്ന പോസ്റ്റ് നോക്കാം. നമുക്ക് ഇതിൽ യൂട്യൂബ് തംബ്നെയിലുണ്ട്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ട്. ഇതിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറി നോക്കാം അല്ലേ. അതിന് ഇവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് സെർച്ച് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാണ്. എന്നിട്ട് ഈ ടെംപ്ലേറ്റിൻ്റെ പേജ് താഴത്തേക്ക് വലിക്കുക. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി വലിയ ക്യാൻവാസ് ഓപ്പൺ ആയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്യാൻവാസ് ഓപ്പൺ ആയപ്പോൾ കുറച്ച് ചെറിയ ക്യാൻവാസ് ആയിരുന്നു, കാരണം അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനുള്ള ഒരു ക്യാൻവാസ് ആയിരുന്നു. ഇത് അത്യാവശ്യം വലിയ ക്യാൻവാസ് തന്നെയാണ് കേട്ടോ. ഇതിന് ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്തിനാണ് ഹെഡർ എന്ന് വിളിക്കുന്നത്. അതിലാണ് ഡൗൺലോഡ്, ഷെയർ ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. റീഉണ്ട് ഒക്കെ ഓപ്ഷൻ വരുന്നത് കേട്ടോ, പറഞ്ഞുതരാം. പിന്നെയുള്ള ഈ വൈറ്റ് ഭാഗത്തിനാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് താഴത്തുള്ള ബാറിനാണ് ഒബ്ജക്റ്റ് പാനൽ എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ ഡിസൈനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഫസ്റ്റ് വൺ ഡിസൈന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊരു പോസ്റ്ററും ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിസൈൻ എന്നുള്ളത്. അതായത് ഈ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് വേണ്ട ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യുക. ഇവിടെ ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ടാവും. ഈ സ്റ്റോറി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ഇതിലുള്ള ടെക്സ്റ്റ്, ഫോട്ടോസ്, എലമെൻറ്റ്സ് ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൈൻ അല്ല, എലമെൻറ്റ്സ്. ഡിസൈൻ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും വരാന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എലമെൻറ്റ്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് എലമെൻറ്റ്സ് കേട്ടോ. എലമെൻറ്റ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം സെർച്ച് എലമെൻറ്റ്സ് എന്ന് കാണാം. ആ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് കാണാം. ഫസ്റ്റ് വൺ റീസെൻ്റ്ലി യൂസ്ഡ്, അതായത് നമ്മളിവിടെ അടുത്തായിട്ട് യൂസ് ചെയ്ത എലമെൻറ്റ്സ് എല്ലാം അതിലുണ്ടാവും കേട്ടോ. രണ്ടാമത് ഷേപ്സ്. നമ്മുടെ ഡിസൈനിൽ ഏതൊരു ഡിസൈനറോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്, ഡിസൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം ഷേപ്പാണ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഏതൊരു ഡിസൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റും. അതാണ് ഷേപ്പ്. മൂന്നാമത്തത് ഗ്രാഫിക്സ്, അതായത് ഡിസൈനിലേക്ക് ആഡ് ചെയ്യേണ്ട വിവിധ തരം ഗ്രാഫിക്സാണ് ഈ ഗ്രാഫിക്സ് എന്നല്ല അതിലുണ്ടാവുക. അത് ഞാൻ ഷേപ്പ് എടുത്ത് കാണിച്ചു തരാം. പിന്നെ വേറെ ഡിസൈൻ എന്നെ എടുത്ത് കാണിച്ചു തരാം. അതിൽ നമുക്ക് ഇതെല്ലാം പരിചയപ്പെടാം. ഡിസൈൻ എന്നുള്ളതിൽ പോകുന്നു. എന്നിട്ടിവിടെ ഞാൻ എഡ്യൂക്കേഷൻ സെർച്ച് ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാട് എലമെൻറ്റ്സ് നമുക്ക് കാണാം. ഇതിലുള്ള ഈ ഒരു ടെക്സ്റ്റ് മാറി കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ബ്ലൂ ഷേപ്പ് ഉണ്ടല്ലോ, സ്ക്വയർ, ചതുരം, അതൊരു ഷേപ്പാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള റൗണ്ട് ഇതൊരു ഷേപ്പാണ്. ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഷേപ്പുകൾ വെച്ചിട്ടാണ് ഒരു ഡിസൈന് കംപ്ലീറ്റ് ആക്കുന്നത് അല്ലേ. ഈ ടെക്സ്റ്റ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ഇതെന്താണ്, ഇതൊരു ഷേപ്പാണ്.
ഇങ്ങനെയുള്ള ഷേപ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ഷേപ്പാണ്, അതുപോലെ തന്നെ ഇതൊരു ഷേപ്പാണ്. ഉണ്ടോ? ഇതൊരു ഷേപ്പാണ്. ഇങ്ങനെ ഷേപ്പൊക്കെ നമ്മളെന്നില്ല അതിൽ എടുത്ത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഷേപ്പാണ്. ഇങ്ങനെയുള്ള ഷേപ്പുകൾ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ അടിക്കുന്നു, ഇൻസ്റ്റഗ്രാം സ്റ്റോറി അടിക്കുന്നു. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും താഴത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എലമെൻറ്റ്സ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് കാണാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഷേപ്പ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്പ് കാണാം. ഇങ്ങനെയുള്ള ഷേപ്പുകളാണ് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസൈൻ അടിപൊളിയാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഷേപ്പ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യും, കളർ കൊടുക്കും. ഇഷ്ടപ്പെട്ട കളർ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് സെലക്ട് ചെയ്തിട്ട് ആ കളർ നമ്മളത് കൊടുക്കും. ഇതിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊണ്ടുവന്ന ഷേപ്പിന് ആ ഡിസൈനിൽ യോജിച്ച് കളർ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. ഇവിടെ ഈ കളറിൻ്റെ നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ വിവിധ സ്ട്രോങ്ങിലും കുറവിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത്. കളറ് മാറ്റാൻ അതിന് താഴത്തുള്ള ആ ഒരു ലൈനിലാണ് മാറ്റേണ്ടത് കേട്ടോ. ആ ലൈനിൽ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കളർ ഇങ്ങനെ മാറുന്ന കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൂട്ടലും കുറക്കലൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാണൊരു ഷേപ്പ്. നമുക്ക് അടുത്ത എലമെൻറ്റ് പരിചയപ്പെടാം. അടുത്ത എലമെൻ്റ് ആകുന്നു ഗ്രാഫിക്സ്. ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഗ്രാഫിക്സ് എന്നുള്ളത്. എടുത്തു നോക്കാം ഗ്രാഫിക്സിൽ എന്തെല്ലാം ഉള്ളതെന്ന്. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ഇങ്ങനത്തെ ഓരോ ഇതൊക്കെയാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഗ്രാഫിക്സാണ്. ഇനി ഇത് ഈ സ്ക്രീന് ഫുള്ളായിട്ട് കിട്ടാൻ ഈ 3 ഡോട്ട് പ്രസ് ചെയ്യുന്നു. ഏറ്റവും താഴത്തുള്ള സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്സിൽ ഫുള്ളായിട്ട് കിട്ടി. ഇനി ഇതിൽ നമുക്ക് വേറെ ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. അതിന് എലമെൻറ്റ്സ് എന്നിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളതിൽ ഗ്രാഫിക്സ് ഒന്ന് എടുക്കുന്നു. എന്ത് ഗ്രാഫിക്സ് നമുക്ക് വേണ്ടത് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ അവിടെ ഞാൻ ഇസ്ലാമിക് സെർച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്രാഫിക്സ് നമുക്ക് ഇതിൽ കാണാം. നല്ല ഗ്രാഫിക്സ് ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ഗ്രാഫിക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ പോസ്റ്റർ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഫോട്ടോസാണ്. അതിനായിട്ട് എലമെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, സെർച്ച് എലമെൻറ്റ്സ്, ഫോട്ടോസ്. ഇവിടെ നമുക്ക് എന്ത് ഫോട്ടോ വേണ്ടെന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഫർണിച്ചറിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയറിന് സെർച്ച് ചെയ്താൽ ഫർണിച്ചറിൻ്റെ ഫോട്ടോസ് വരും. ഓക്കെ, ചിലപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസൊക്കെയാണ് വരുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള PNG ആണ് കേട്ടോ. എലമെൻറ്റ്സ് നിന്ന് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസൊക്കെ ഇതിലുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഇതിൽ 4ാമത്തെ ഓപ്ഷൻ PG റിമൂവർ ഇല്ലേ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് പ്രോ വേർഷനാണ്. അപ്പോൾ പ്രോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 399 റുപ്യ വരുന്നുള്ളൂ. ശരിക്കും ഇതൊരു വർഷത്തിന് 4000 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ ആയിട്ട് ക്യാൻവ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആക്ടിവേഷൻ ചെയ്തുതരാം. അത് നിങ്ങളെ Gmail ID അയച്ചാൽ മതി കേട്ടോ, ക്യാൻവയിൽ കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ക്യാൻവയിൽ നിന്ന് തന്നെ ഫോട്ടോസ് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് ആഡ് ചെയ്യാൻ നമ്മൾ അപ്ലോഡ്സ് എന്ന് പോവുക. അപ്ലോഡ്സിൽ ഇമേജ്, അപ്ലോഡ് ഫയൽസ്, ഡിവൈസ്, അങ്ങനെ എന്ത് ചെയ്യുക, ഫോട്ടോ ലൈബ്രറി പോയിട്ട് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ലാത്ത രൂപത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ
ഇപ്പോൾ പറഞ്ഞ പോലെ എലമെൻസിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുന്ന രൂപം. ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അങ്ങനെ കേട്ടോ. ഇതിൽ വീഡിയോ എന്നുള്ളതിലേക്ക് മാറ്റുക, എന്നിട്ട് അപ്ലോഡ് ഫയൽസ്. ഓഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഫോട്ടോസ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ വീഡിയോസ് തന്നെയാണ്. വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് വീഡിയോ വേണ്ടതെന്ന് ഇതിൽ സെർച്ച് ചെയ്യാം. ഇനി ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിന് സെർച്ച് ചെയ്താൽ എന്ത് ചെയ്യും, ഒരുപാട് ഹെലികോപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇതിൽ കാണാം. ഇതിൽ നമുക്ക് വേണ്ട വീഡിയോ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിർത്താൽ മതി. ആ വീഡിയോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യൽ കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. നമുക്ക് വരുന്ന ക്ലാസ്സിൽ പറയാം കേട്ടോ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡിസൈൻ ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഡിസൈൻ ഉപയോഗിച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനായിരുന്നു. സിമ്പിളായിരുന്നു. എഡ്യൂക്കേഷൻ എന്നോ എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു വർക്ക് തന്നി ഞാൻ. ഇപ്രാവശ്യത്തെ വർക്ക് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ആവശ്യം എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ, എഴുത്ത്. അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ എലമെൻറ്റ്സിന് അപ്പുറത്ത് ആ ടെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് ബോക്സ്. എന്നിട്ട് നിങ്ങളെ പരസ്യം എന്താണെന്ന് വെച്ചാൽ എഴുതുക, മെഗാ ഓഫർ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയേക്കുക. എന്നിട്ട് ഫോണ്ട് മാറ്റണം അല്ലേ. ഫോണ്ട് മാറ്റാൻ എഡിറ്റ് എന്നുള്ള അപ്പുറത്ത് ഫോണ്ട് എന്ന് കണ്ടില്ലേ, ആ ഫോണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നേരെ അപ്പുറത്ത് കാണാം മേലേക്ക് ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഫോണ്ടിലൂടെ നിൽക്കണതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറുന്ന കാണാം. ഓക്കെ, അങ്ങനെ ഫോണ്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ്ടൊന്ന് വലുതാക്കുക. വലുതാക്കാൻ ഫോണ്ട് എന്നുള്ള തന്നെ പോവുക. അല്ല, വലുതാക്കാൻ എഡിറ്റ് ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് ഷെയ്സ് എന്നുണ്ടല്ലേ, അതിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതങ്ങനെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ആ ഫോണ്ട് വലുതാവും. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയേക്കുക. ശേഷം കളറ് എന്നുള്ളതിൽ പോവുക. ഫോണ്ട് ചെയ്തതിൻ്റെ അപ്പുറത്ത് തന്നെ കളർ എന്നുണ്ട് കേട്ടോ. കളർ എന്നുള്ളതിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ കളറെല്ലാം സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത എലമെൻറ്റ് ആഡ് ചെയ്യാൻ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഒരു ക്യാൻസൽ ബട്ടൺ. ആ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഡിസൈൻ എലമെൻറ്റ്സ് എന്നുള്ള ആ ഒരു ടൂൾ ബാർ വീണ്ടും ഇവിടെ കാണാൻ നിങ്ങൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത എലമെൻറ്റ് ഇതിന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഫർണിച്ചർ എടുത്ത്, നിങ്ങൾക്ക് വേറെ ഇതിലൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഗ്രാഫിക്സിൽ പോയിട്ട് ഗ്രാഫിക്സൊക്കെ ആഡ് ചെയ്തിട്ട് ഫോട്ടോസെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു അടിപൊളി പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞത് ഷേപ്പ് പറഞ്ഞു, ഗ്രാഫിക്സ് പറഞ്ഞു, സ്റ്റിക്കേഴ്സ് പറഞ്ഞു, ഫോട്ടോസ് പറഞ്ഞു, വീഡിയോസ് പറഞ്ഞു. ബാക്കിയുള്ള നമുക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റും പറഞ്ഞു. ഒരു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുക, അതിൻ്റെ ഫോണ്ട് എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞു. ഫോണ്ട് മാറ്റാൻ ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഫോണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. മേലേക്ക് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ഇതിലിങ്ങനെ സിമ്പിളായിട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, ഫോണ്ടിൻ്റെ കളറ് മാറ്റാൻ കളർ എന്നുണ്ടാവും. കളറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവരും ചെയ്തിട്ടയക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്യാൻവൻ്റെ പ്രോ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ഞങ്ങൾ ആക്ടിവേഷൻ ചെയ്തു തരും.